എൻ്റെ പേര് ജൗഹർ ഷാൻ എന്നാണ്. അപ്പോൾ എൻ്റെ നെയ്ബേഴ്സ്, ഞാൻ എന്താ പറയല കോഴിക്കോട് നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ നെയ്ബേഴ്സൊക്കെ പറയലുണ്ട് എന്താണ് ദുബായ് ഗൾഫ് വിട്ടോനെ ഇപ്പോൾ ഫുള്ള് അറബികളാണ്, ഇത് ലോക്കലൈസേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇനി ഗൾഫിൽ വലിയ സ്കോപ്പൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോക്കലൈസേഷൻ്റെ സത്യാവസ്ഥ എന്താ? അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടപ്പിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇതിനൊക്കെ കൗണ്ടറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടു ഓൾ ഫൗണ്ടേഴ്സ്. ഞാൻ 1996 അവിടെ എത്തിയത്. ഞാൻ ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ലാതെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അന്ന് എൻ്റെ വാപ്പ പറഞ്ഞിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ കന്നു കൂട്ടണമെങ്കിൽ വരെ SLC പാസ്സാവേണ്ടിയിരുന്നു. അവിടുത്തെ സാധ്യതയൊക്കെ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇവിടെ എത്തി. സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ലോക്കലൈസേഷനൊക്കെ അല്ലേ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ സെഗ്മെൻറ്റിൽ. ഇപ്പോൾ ഞാൻ സൗദി ബിസിനസ് തുടങ്ങി. അപ്പോൾ സൗദിയിൽ 100% ലോക്കലൈസേഷനാണ് ഞങ്ങളെ സെഗ്മെൻറ്റിലൊക്കെ. UAE-ലാണെങ്കിലും 20%ഓളൊക്കെ ആയി തുടങ്ങി. ജോബ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിങ്ങളൊരു ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ സ്കില്ല് നിങ്ങളത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ദർ ഈസ് എ ചാൻസ്. അതല്ല ഒരു ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു യൂണീക്ക് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പിന്നെ മിഡിൽ ഈസ്റ്റ് എന്നുള്ള എല്ലാ കൺട്രികളും നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആഡ് ചെയ്യും, നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്താ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാനെന്താ വെച്ചാൽ നമ്മളെ PIF പോലത്തെ ഫണ്ടാണെങ്കിലും മിസ്ക് ആയിക്കോട്ടെ, സൗദിയിലുള്ള മിസ്ക് ആയിക്കോട്ടെ, DIFCയിൽ ഇന്നോവേറ്റീവ് ഫണ്ട് ആയിക്കോട്ടെ, അതിലെനിക്ക് ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ അവിടെ ഒരിക്കലും ഇന്ന റെസിഡൻ്റ് ആണ് നിങ്ങൾക്ക് യു ഷുഡ് ബി എന്താ പറയുക നാഷണാലിറ്റി ഓഫ് ദിസ് കൺട്രി എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദർ ഈസ് എ ഓപ്പർച്യൂണിറ്റി. ഇഫ് യുവർ ഐഡിയ ഈസ് വെരി ഇന്നോവേറ്റീവ്, ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, യു ഓൾവേസ് ഹാവ് ദ സ്പേസ്. ഒരു കൺവെൻഷനൽ അപ്രോച്ചോട് കൂടി ആ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിനൊക്കെ ചോദിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് സൗദിയിലാണ് കുറച്ചുകൂടെ നാഷണലൈസേഷൻ കൂടുതലുള്ളത്, സൗദി എംപ്ലോയീസിനെ സ്റ്റാഫുകളെ വെക്കേണ്ടത്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ഇപ്പോൾ അത് പറഞ്ഞ പോലെ 100% സൗദിയൈസേഷൻ നാഷണലൈസേഷനുള്ള സെഗ്മെൻറ്റുകൾ സെക്ടറുകൾ പോലും ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യൻസാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാഫുകളായിട്ട് എംപ്ലോയി ആയിട്ട് സ്റ്റാഫായിട്ട് വെക്കാൻ പറ്റുന്ന ആളുകളിൽ സൗദിയിൽ തന്നെ അതിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ സൗദിയിലുണ്ട്. അതും കൂടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ. പക്ഷെ അതൊരിക്കലും ഒരു സൗദി പോലെ അല്ലെങ്കിൽ മറ്റൊരു GCC മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. കമ്പനി ഓൺ ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടല്ല. ഒറ്റ മന്ത്രമേ ഉള്ളൂ, ബി മാസ്റ്റർ ഇൻ സംതിങ്. അത് ആർട്ടാവാം, അല്ലെങ്കിൽ സ്പോർട്സ് ആവാം, ബിസിനസ് ആവാം, എന്തിലും ആവാം. പക്ഷേ അതിലൊരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും സ്പേസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.